എത്താം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും റഷീദാണ് നമ്മളോടൊപ്പം ചേരുന്നത്. റഷീദ്, നമസ്കാരം. താങ്കൾ എങ്ങനെയാണ് നേതാവ് VS അച്യുതാനന്ദനെ ഓർമ്മിച്ചെടുക്കുന്നത്? ഒരുപാട് വിശേഷണങ്ങളുള്ള ജീവിതം ഒരു പോരാട്ടമായി സ്വീകരിച്ച ധീരനായ ഒരു പോരാളി. ജനകീയ പ്രശ്നങ്ങളിലെന്നും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പോരാട്ടം നടത്തിയ ഒരു മഹൽ വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളെ എന്നും കൂടെ നിർത്താനും ജനങ്ങളോടൊപ്പം സഞ്ചരിക്കാനും കഴിഞ്ഞിരുന്ന ഒരു നേതാവ്. അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും അദ്ദേഹത്തെ അറിയാം. എൻ്റെ കൊച്ചുമകൾ 7 വയസ്സേ ഉള്ളൂ. അവൾ പോലും അച്യുതാനന്ദൻ സാറിനെ ഒന്ന് അനുകരിക്കുമോ എന്ന് പറഞ്ഞാൽ അച്യുതാനന്ദൻ ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത കൊച്ചുമകൾക്ക് പോലും അറിയുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് VS. ജനഹൃദയങ്ങളിൽ എന്നും ഉണ്ടാവും. കാരണം അത്രമാത്രം ജനങ്ങളോട് ഇഴകിച്ചേർന്ന് പ്രവർത്തിച്ച, അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്കെന്നും മുന്നിൽ നിൽക്കാറുണ്ടായിരുന്ന VS ഒരിക്കലും മറന്നു പോവില്ല. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമാണ് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുൻപിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ പ്രയാസപ്പെടുന്ന അദ്ദേഹത്തിന്റെ അണികളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. വളരെയധികം നന്ദി ശ്രീ റഷീദ്. ഇപ്പോൾ സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നു. സൂര്യ, നമ്മൾ ഈ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം കേട്ടതാണ് ഇതുപോലൊരു നേതാവ് ഇനി ഉണ്ടാകില്ല എന്നടക്കമുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ ഈ 2 ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന പ്രതികരണങ്ങളെല്ലാം. ഈ ഒരു സാധാരണ ജനങ്ങളുടെ എല്ലാം അടുത്ത് നിന്ന് കേൾക്കുന്ന പ്രതികരണങ്ങളെല്ലാം പറയുന്നത് ഇതുപോലൊരു നേതാവ് ഇനി ഉണ്ടാകില്ല എന്നാണ്. ഈ ഒരു ജനങ്ങളുടെ ജനപ്രിയനായ ഒരു നേതാവ് തന്നെയാണ് ഇപ്പോൾ നമ്മെ വിട്ട് പിരിയുന്നത്. തുടരാം സൂര്യ. അത് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്.